ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അപർണാസ് വേൾഡ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ്. നമ്മൾ നീലൂട്ടിന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊട്ടിയൂർ ശിവക്ഷേത്രത്തിൽ പോയി. ഉത്തര മലബാറിലെ വളരെ പ്രസിദ്ധമായൊരു ക്ഷേത്രമാണ് കൊട്ടിയൂർ ശിവക്ഷേത്രം. കണ്ണൂർ ജില്ലയിലെ പേരാവൂരിനടുത്ത് കൊട്ടിയൂർ ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ബാവലിപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്ര പരിസരം ദക്ഷിണ കാശി എന്നുകൂടി വിശേഷിപ്പിക്കപ്പെടാറുണ്ട്. കൊട്ടിയൂർ ശിവക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ട് ക്ഷേത്രങ്ങളുണ്ട്. അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരും. ബാവലിപ്പുഴയുടെ അക്കരയും ഇക്കരയുമായിട്ടാണ് ഈ ക്ഷേത്രങ്ങൾ. അപ്പം നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ്. ഇവിടെയാണ് നിത്യപൂജ ഉള്ളത് കേട്ടോ. അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നിത്യപൂജയൊന്നുമില്ല. അത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമായ വൈശാഖ മഹോത്സവത്തിൻ്റെ സമയത്ത് മാത്രമാണ് തുറക്കുക. 28 ദിവസം നീണ്ടു നിൽക്കുന്ന കൊട്ടിയൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് വൈശാഖ മഹോത്സവം. നല്ല പുരാതനമായ കൊത്തുപണികളും ഒക്കെയുള്ള നല്ല രസമുള്ള ക്ഷേത്രമാണ് ഇത്. അപ്പോൾ ഇവിടുത്തെ ചോറൂണ് രാവിലെ തന്നെ തുടങ്ങില്ല. അപ്പോൾ ഇവിടുത്തെ ഉച്ചപൂജയ്ക്ക് ശേഷം ഒരു മണി സമയത്തൊക്കെയാണ് ചോറൂണ് തുടങ്ങുക. അപ്പോൾ ചോറൂണിന് ശേഷം പിന്നെ ഉടനെ തന്നെ ക്ഷേത്രത്തിൽ പ്രസാദ ഊട്ടുമുണ്ട്. അപ്പോൾ അതിനുള്ള ഊട്ടുപുരയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടുന്ന് പ്രസാദ ഊട്ടൊക്കെ കഴിച്ചിട്ട് പോകാനും പറ്റും. അപ്പോൾ നമ്മൾ ആ ചോറൂണിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിന് ചുറ്റും കാവാണ് കേട്ടോ ഉള്ളത്. ആയില്യാർക്കാവ് എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങോട്ടേക്ക് ആർക്കും പ്രവേശനമില്ലാന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കുരങ്ങന്മാരും മറ്റു ജീവികളും ഒക്കെ ഉള്ള കാവാണ്. അപ്പോൾ ആ കാവുള്ളത് കൊണ്ട് തന്നെ കുറച്ച് നല്ല കുളിർമയുള്ള അന്തരീക്ഷമാണ് ഇവിടെ. കുറേ പക്ഷികളുടെ ശബ്ദങ്ങളൊക്കെ കേൾക്കാം. പിന്നെ അക്കരെ കൊട്ടിയൂർ ക്ഷേത്രം എന്ന് പറയുന്നത് ശരിക്കും വനത്തിന് നടുവിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പം എന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്ക് അധികം വനം അങ്ങനത്തെ കൊടും വനമൊന്നും ഇല്ലെങ്കിലും ഇപ്പോഴും കാട് പിടിച്ച് വെക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഈ വൈശാഖ മഹോത്സവത്തിൻ്റെ സമയത്ത് മാത്രമാണ് അവിടെ വൃത്തിയാക്കി താൽക്കാലിക ക്ഷേത്രവും ഭരണശാലകളും എല്ലാം കെട്ടുന്നത്. അപ്പോൾ അത് എന്തായാലും നമ്മൾ ചോറൂണ് തുടങ്ങി. ഇപ്പോൾ ഉച്ചപൂജ എല്ലാം കഴിഞ്ഞിട്ട് നമ്പൂതിരി പ്രസാദം എല്ലാം കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ നീലൂട്ടിൻ്റെ ചോറൂണ് നടത്തുവാണ്. നീലൂട്ടിന് എന്തായാലും കരയാണ്ടൊക്കെ ചോറൂണിന് ഇരുന്ന് വരുന്നുണ്ട്. പുരാണങ്ങളിലൊക്കെ പ്രസിദ്ധമായ ദക്ഷയാഗം നടന്ന സ്ഥലമാണിതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പം ദക്ഷയാഗത്തിൽ പരമശിവനെ ദക്ഷൻ ക്ഷണിച്ചിരുന്നില്ല. പക്ഷേ ക്ഷണം സ്വീകരിക്കാതെ സതീദേവിയുടെ നിർബന്ധപ്രകാരം വന്ന പരമശിവനെ ദക്ഷൻ അപമാനിച്ചതിൽ മനംനൊന്ത് സതീദേവി യാഗാഗ്നിയിൽ ചാടി ആത്മഹത്യ ചെയ്തു. തുടർന്ന് കോപാകുലനായ ശിവൻ ജട വലിച്ചെറിഞ്ഞ് വീരഭദ്രനെ സൃഷ്ടിച്ചു. വീരഭദ്രൻ തുടർന്ന് ദക്ഷൻ്റെ താടിയിൽ വലിച്ച് നിലത്തടിച്ച് ദക്ഷനെ കൊലപ്പെടുത്തി. പിന്നീട് മറ്റ് ദേവന്മാരുടെയൊക്കെ അഭ്യർത്ഥന പ്രകാരം ശിവൻ ദക്ഷനെ പുനരുജ്ജീവിപ്പിക്കുകയും ദക്ഷയാഗം പൂർത്തിയാക്കാൻ അനുവദിക്കുകയും ചെയ്തു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പം ഈ ദക്ഷയാഗത്തിന് ശേഷം പിന്നീട് ഇവിടം ഒരു കൊടും വനമായി മാറി. ആ പ്രദേശമാണ് ഇനി കൊട്ടിയൂർ ശിവക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. പിന്നീട് ഇവൻ കുറിച്യരുടെ ആവാസ കേന്ദ്രമായി മാറി. ഒരിക്കലും ഒരു കുറിച്യ യുവാവ് അമ്പിന് മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു കല്ലിൽ ഉരസുമ്പോൾ അവിടെ നിന്ന് രക്തം വന്നുവെന്നും തുടർന്ന് നടന്ന പ്രശ്നത്തിലേക്കാണ് ഇവിടം ഈ ദക്ഷയാഗം നടന്ന സ്ഥലമാണെന്നും ശിവ സാന്നിധ്യം ഉണ്ടെന്നൊക്കെ മനസ്സിലായത്. അങ്ങനെയാണ് ഇവിടെ ക്ഷേത്ര സമുച്ചയങ്ങളൊക്കെ ഉയർന്നു വന്നത്. ഇതിൽ അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ സ്വയംഭൂവായ ശിവലിംഗമാണുള്ളത്. ഒരു മാസം നീണ്ടു നിൽക്കുന്ന വൈശാഖ മഹോത്സവമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം. മെയ് ജൂൺ മാസത്തിൽ, അതായത് മലയാള മാസമായ ഇടവം മാസത്തിലെ ചോതി നാളിലാണ് ഉത്സവം തുടങ്ങുക. ഉത്സവം നെയ്യാട്ടത്തോടെയാണ് ഉത്സവത്തിന് കൊടിയേറുക. തുടർന്ന് 28 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം തിരുക്കലശാട്ടത്തോടെ സമാപിക്കുന്നു. ഈ നാട്ടിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണിത്. എല്ലാ ജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കും ഓരോരോ അവകാശങ്ങൾ നൽകുന്ന ഹിന്ദു മതത്തിൽപ്പെട്ട എല്ലാവരും ഒത്തൊരുമിപ്പിക്കുന്ന ഒരു ഉത്സവമാണ് കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവം. ഈ ഉത്സവ സമയത്താണ് അക്കരെ കൊട്ടിയൂരിലെ കാടുകളൊക്കെ വെട്ടിത്തെളിച്ചിട്ട് ആ ക്ഷേത്രം ഒക്കെ വൃത്തിയാക്കി എടുക്കുന്നതും അതിന് ചുറ്റും പർണശാലകൾ പോലെ കുറേ യാഗശാലകളും എല്ലാം കെട്ടുന്നത്. പിന്നെ അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ശിവലിംഗമൊക്കെ സ്ഥിതി ചെയ്യുന്നത് തടാകത്തിന് നടുവിലായിട്ടാണ്, ചെറിയൊരു തടാകം. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിന് വലം വെക്കുന്നതും അതുപോലെ ശിവേലിയുടെ സമയത്ത് ആന വരുന്നതും എല്ലാം ഈ തടാകത്തിലൂടെ നടന്നിട്ടാണ്. അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ്. പിന്നെ ആ സമയത്ത് ഇവിടെ മാത്രം കിട്ടുന്ന ഒരു പ്രത്യേക വസ്തുവാണ് ഓടപ്പൂവ്. ദക്ഷൻ്റെ താടിയാണ് ഈ ഓടപ്പൂവ് ഓർമ്മിപ്പിക്കുന്നത്. അപ്പം അത് ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദമായിട്ട് കിട്ടുന്നതല്ല, പക്ഷേ ആ സമയത്ത് മാത്രം ഇവിടെ കടകളിലൊക്കെ വിൽക്കുന്ന വസ്തുവാണ് ഓടപ്പൂവ്. അപ്പോൾ കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവത്തിന് പോകുന്ന എല്ലാവരും ഓടപ്പൂവ് വാങ്ങിക്കൊണ്ട് വീട്ടിൽ തൂക്കുന്ന പതിവുണ്ട്. വീട്ടിൽ പൂമുഖവാതിൽ അല്ലെങ്കിൽ പൂജാമുറിയിൽ അതുപോലെ വാഹനങ്ങളിലൊക്കെയാണ് എല്ലാവരും ഓടപ്പൂ തൂക്കുക. മെയ് ജൂൺ മാസം എന്നൊക്കെ പറയുമ്പോൾ അറിയാമല്ലോ, അതൊരു ഏകദേശം ഒരു മൺസൂൺ സീസണാണ്. അപ്പോൾ ആ സമയത്ത് പ്രത്യേകിച്ചും പ്രകൃതിയൊക്കെ ഏറ്റവും സുന്ദരമായി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ പ്രകൃതി രമണീയമായ ഒരു ഉത്സവം കൂടിയാണ് കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവം. ഇതുവരെ ആരെങ്കിലും വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും വന്ന് സന്ദർശിക്കേണ്ട ഒരു ഉത്സവമാണിത്. മറ്റ് ഭാഗങ്ങളിലൊന്നും കാണാത്തൊരു പ്രത്യേക ഒരു ഫീലാണ് ഈ ഉത്സവത്തിന് വന്ന് നമുക്ക് കിട്ടുക. അപ്പോൾ എന്തായാലും അടുത്ത വൈശാഖ മഹോത്സവത്തിൻ്റെ സമയത്ത് വന്നിട്ട് അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ പറ്റുവാണെങ്കിൽ അതിൻ്റെ വീഡിയോ ഒക്കെ അന്നേരം ഇടാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പുതിയൊരു വീഡിയോയും അടുത്ത ദിവസം വരാം.